മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് വീണ്ടും മരണം. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് മരിച്ചത്. ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട് നേരത്തെയും മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗം അവിടെ സ്ഥിരീകരിക്കുന്നു. ഒരു മരണം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ അനഘ. വിനോദ്, ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് 75 വയസ്സുള്ള പുതിയങ്ങാടി സ്വദേശിയായിട്ടുള്ള സച്ചിദാനന്ദൻ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സ്വകാര്യ ആശുപത്രിയിൽ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത ആളാണ്, വയോധികനാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ്, എവിടെ നിന്നാണ് അസുഖം പിടിപെട്ടത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിലെ കിണർ വെള്ളം മാത്രമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. കിണറിലെ വെള്ളത്തിൽ നിന്നാണോ ഈ അസുഖം പിടിപെട്ടത് എന്നുള്ള പരിശോധനയൊക്കെ വരും മണിക്കൂറുകൾ നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. മാത്രമല്ല, ഈ കോഴിക്കോടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനെ തുടർന്ന് 13-ലധികം പേരാണ് തുടർച്ചയായി കോഴിക്കോട് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത്. ഇത് 3 മാസം പ്രായമുള്ള കുഞ്ഞും 58 വയസ്സുള്ള ആള് വരെ ഇത്തരത്തിൽ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഊർജിതമായി നടത്തിയിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ അവസാനമായി 75 വയസ്സുള്ള സച്ചിദാനന്ദന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഈ നിമിഷമായിട്ടും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. 75 വയസ്സുള്ള സച്ചിദാനന്ദൻ എന്ന് പറയുന്ന വയോധികൻ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഏറെ സങ്കടകരവും ആശങ്കാജനകവുമായ വാർത്തയാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്.